ഹലോ ചില പുതിയൊരു വീഡിയോ എല്ലാവരും സ്വന്തം ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നു. നമ്മൾ ഏകദേശം 2 വർഷം കൊണ്ട് നമ്മളിങ്ങനെ വീഡിയോ ചെയ്ത് വരെയാണ്. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം നമ്മൾ ബൈക്ക് റിലേറ്റഡ് കണ്ടന്റ് ആണ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. അപ്പം നമ്മുടെ കയ്യിലൊരു V3 ഉണ്ട്, പിന്നെ നമ്മുടെ 390 ഈ 2 വണ്ടി ഉള്ളത് കൊണ്ടായിരിക്കും ഒരു പക്ഷേ കുറച്ചൊന്ന് വീഡിയോ ആൾക്കാരൊക്കെ കുറച്ച് കാണുന്നത്. അങ്ങനെ നമ്മുടെ 2 വണ്ടികൾ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതിനനുസരിച്ചുള്ള ടാസ്കും ഉണ്ട് കേട്ടോ. വണ്ടി മാത്രമല്ല, ഒരു കാറും ഉണ്ട്, അത് നമ്മുടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ കിടക്കണം. അപ്പം ഈ 3 സാധനവും നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ചെലവ്, 3 വണ്ടികളുടെ കാര്യം, പിന്നെ ഓരോ കാര്യങ്ങൾ അങ്ങനെ ഇങ്ങനെയൊക്കെ നമുക്ക് ചിലവുണ്ട്. അപ്പോൾ എന്തെങ്കിലും വണ്ടികൾക്ക് പണി വന്നു കഴിഞ്ഞാൽ നമ്മൾ വണ്ടി ഓടാറ്. നമുക്ക് വണ്ടി എന്തെങ്കിലും പണിയായി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ പൈസ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വണ്ടി ഒതുക്കി വയ്ക്കും. അങ്ങനെ നമ്മുടെ കുറേ ദിവസം കൊണ്ട് നമ്മുടെ വണ്ടി അവിടെ ഒതുങ്ങിയിരിക്കുകയായിരുന്നു. നമ്മൾ 390 കഴിഞ്ഞ ദിവസം നമ്മൾ വണ്ടി കഴുകി ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ കണ്ട ഇഷ്യൂ ആണ്, വണ്ടിയുടെ മീറ്റർ വന്നിട്ട് അതിന് മുന്നേ തകർന്നിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ നോക്കിയപ്പം കുറേ കൂടെ ഭയങ്കര സീനായിട്ടാ. കണ്ടാ സെൻട്രൽ കണ്ടാ ഇത്രയും ഭാഗം ഭയങ്കര സീനായിട്ട് കളർ ഫുള്ള് പോയി. ഇത് ഒതുക്കി വെച്ചതിന് ശേഷം പറ്റിയതാണ് കേട്ടോ ഈ മീറ്റർ ഇങ്ങനെ അടിച്ചു പോയത്. 1 മാസം മുമ്പ് വണ്ടി ഒതുക്കി വെച്ച സമയത്ത് മീറ്ററിൻ്റെ ഉണ്ടായിരുന്ന ഫോട്ടോ ഞാൻ എന്തായാലും സൈഡിൽ കൊടുത്തിരിക്കാം. ഇപ്പം വന്നിട്ട് ഭയങ്കര സീനായിട്ടോ. കണ്ടാ സെൻറ്ററൊക്കെ ഭയങ്കര ഡാർക്കായി. അപ്പോൾ ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥയായി. അടിയിൽ കൂടെ വർക്കാണുണ്ട്, പക്ഷേ പുറത്തെന്തോ ഒരു സീൻ എന്തിനാണെന്ന് അറിയാൻ വയ്യ. അങ്ങനെ ഒരു ടാസ്ക് ആയിരുന്നു. അപ്പം വണ്ടിയിൽ കോൺസെറ്റ് കംപ്ലൈൻറ്റ് ആയതുകൊണ്ട് വണ്ടി നമ്മൾ കുറേ ദിവസം കൊണ്ട് എടുക്കുകയില്ല. പിന്നെ കുറേ പേര് നമ്മൾ ഈ മീറ്റർ കംപ്ലൈൻറ്റ് ആയ വീഡിയോയ്ക്ക് അത് നമ്മൾ പറഞ്ഞപ്പോൾ കൊണ്ട് ഒരുപാട് പേര് മീറ്റർ വർക്ക് ചെയ്യണ വീഡിയോ ഒക്കെ എനിക്ക് പലരും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ്, നമ്മുടെ ഫോളോവേഴ്സ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ നമ്മുടെ ഇൻസ്റ്റയിൽ നമുക്ക് എടുത്ത് അയച്ചു തരും കേട്ടോ. ഒരുപാട് വീഡിയോ അയച്ചു തരും. അവരൊക്കെ ഒടുക്കത്തെ റേറ്റാണ് പറയണത്. അപ്പോൾ ഇപ്പം നമ്മൾ നമ്മുടെ ഒരു ഫ്രണ്ട് ചേട്ടൻ മുഖേന ഒരു പുള്ളിയെ പരിചയപ്പെട്ട്, അപ്പോൾ അങ്ങനെ പുള്ളി നല്ല വില കുറവിനാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ അവരുടെ കൊടുക്കാൻ പോകുന്നു. ആശാൻ്റെ വീട് ഇവിടെ അടുത്താണ്, നമ്മുടെ വേണ്ടത്ത് ഇവിടെ അടുത്താണ്. പക്ഷേ ഇപ്പം പുള്ളി ജോലി ചെയ്യുന്നത് എറണാകുളത്ത് ഇടപ്പള്ളിയാണ്, അങ്ങനെ എന്തോ സ്ഥലമാണ്. അപ്പം അവിടെ സാധനം അവൈലബിലിറ്റി കുറച്ച് കൂടുതലാണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അങ്ങോട്ട് അയച്ചു കൊടുക്കാൻ പറഞ്ഞ് അങ്ങനെ അയച്ചു കൊടുക്കാൻ വേണ്ടി നമുക്ക് സാധനം ഊരിയെടുക്കണം. അതാണ് ഇന്നത്തെ വീഡിയോ. നമ്മുടെ കയ്യിൽ കോൺസെറ്റ് കംപ്ലൈൻ്റ് ആയതുകൊണ്ട് വണ്ടിയെ അങ്ങനെ കുറേ ദിവസമായിട്ട് ഒതുക്കി വെച്ച് ഏകദേശം 1.5 മാസം വരെ വണ്ടി ഒതുങ്ങി വിട്ടിരുന്ന കേട്ടോ. ഇനി നമ്മൾ ഫുള്ള് പണി സെറ്റാക്കി ഒന്ന് എടുക്കാൻ നമ്മൾ വണ്ടി കഴുകി സെറ്റാക്കി വെച്ച് ഇനി ആ ഉള്ളൊരു കോൺസെറ്റിൻ്റെ ഇഷ്യൂ, കോൺസെറ്റ് കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ വണ്ടി ഒതുക്കി വെച്ചു. പക്ഷേ കോൺസെറ്റ് കംപ്ലൈൻറ്റ് ഇല്ല. ഞാൻ എന്ത് കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞുതരാം. പിന്നെ മീറ്റർ നമ്മൾ റെഡിയാക്കി എടുക്കാൻ പോവുകയാണ്. അതാണ് പരിപാടി. വണ്ടിയുടെ മീറ്റർ ഒന്ന് ഊരി സെറ്റാക്കി എടുക്കാം, എന്നിട്ട് അയച്ചു കൊടുത്തിട്ട് 2 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും പറഞ്ഞത്. അപ്പോൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണ്ട. നമുക്ക് നമ്മുടെ മീറ്റർ ഊരി സെറ്റാക്കിയിട്ട് ഒന്ന് കൊറിയർ ചെയ്ത് കൊടുക്കാം. നമുക്ക് നമ്മുടെ 390 പക്കയാക്കി സെറ്റാക്കി എടുക്കാം. അപ്പോൾ എന്തായാലും നേരെ നമ്മുടെ വീഡിയോയിലോട്ടോ. നമ്മുടെ ഈ ഒരു ചെറുപടിയിൽ ഇപ്പോൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് ബെല്ലൈക്കണം. അപ്പോൾ നമ്മളൊരു നോട്ടീസ് എത്തിച്ചേരുന്നതാണ്. നമ്മുടെ വണ്ടി നമ്മൾ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ മീറ്റർ നമ്മൾ ഊരാൻ പോകണം. പിന്നെ കോൺസെറ്റിന് കംപ്ലൈൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ വണ്ടി ഒതുക്കി വെച്ചു. പക്ഷേ അതല്ലായിരുന്നു ഇഷ്യൂ. നമ്മളിപ്പോൾ വണ്ടി കഴുകാൻ എടുത്തപ്പോഴാണ് നമ്മൾ കണ്ടത് ഇതിൻ്റെ ഇവിടുത്തെ നെറ്റ് കണ്ടാ. ഈ മേളിൽ വരുന്ന കണക്ക് ഒരു നെട്ടും കാണാമോ? ഈ വരുന്ന പോലത്തെ ഒരു നെട്ടും ഇതിവിടെ ഒരു റിങ് പോലത്തെ ഒരു സാധനവും വരും. കണ്ട ഈ ഭാഗത്തൊരു റിങ് പോലത്തെ ഒരു സാധനവും ഈ നെട്ടും, ഈ 2 സാധനവും ഇവിടെ താഴെ ഉള്ളത് ഇളകിപ്പോയി. കണ്ട ഈ നെട്ട് ഇളകിപ്പോയപ്പോൾ ഇവിടുത്തെ റിങ് പോലത്തെ സാധനം ഊരി വീണതാണ്. അപ്പോൾ ഇത് ഒരു ആട്ടം ഉണ്ട്. അപ്പോൾ ആ ആട്ടമായിരുന്നു നമുക്ക് വീലിന് ഒരു ആട്ടം തോന്നി നമ്മൾ കോൺസെറ്റ് കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞത്. പക്ഷേ കോൺസെറ്റ് ഇഷ്യൂ ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ മീറ്റർ മാത്രം നമുക്ക് ഇനി റെഡിയാക്കി എടുത്താൽ മതി. കണ്ട മീറ്ററിൻ്റെ അവസ്ഥ കണ്ട. ഈ മീറ്ററിനെയാണ് നമ്മളിനി പക്കയാക്കി എടുക്കാൻ പോണത്. അപ്പം ഊരി ഒന്ന് എടുക്കാം. ഇവിടുന്ന് ഈ കാണുന്ന നെട്ടുകൾ ഇതായിരിക്കണം. ഇവിടെ 4 നെട്ട് നമുക്ക് ഊരി എടുത്തു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ഈ മീറ്റർ നമുക്ക് ഊരിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഊരിയെടുത്തിട്ട് കാണാം. നമ്മുടെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ടൂൾ ബോക്സും ഇവിടെ ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും സെറ്റാക്കിയിട്ട് കാണാം. പോയി പക്ഷേ നമ്മുടെ വണ്ടിയുടെ മീറ്റർ നമ്മൾ ഊരി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഫ്ലഗ് മാത്രം നമുക്ക് ഊരി മതി. കണ്ട ഫ്ലഗ് ഊരി നമ്മൾ സിമ്പിളായിട്ട് എടുത്തിട്ടുണ്ട്. ഒരു ഫോൺ കണക്ക്. ഹലോ റബ്ജറോ സ്പീക്കിംഗ്. പുതിയ മീറ്റർ വാങ്ങാമെന്നാണ് വിചാരിച്ചത്. ഏകദേശം 25,000 രൂപയ്ക്കകത്ത് എന്തോ റേറ്റ് പറഞ്ഞുണ്ട് കേട്ടോ. പുതിയതിന് BS4-ന് BS6-ന് 30,000 രൂപ എന്തോ റേറ്റ് പറഞ്ഞുണ്ട്. 29,000. എന്നിട്ട് വണ്ടി തിരിച്ച് കയറ്റി അവിടെ തന്നെ വയ്ക്കണം കേട്ടോ. മീറ്റർ വന്നതിന് ശേഷം നമുക്ക് വണ്ടി എടുക്കാം. പിരിക്കണം കേട്ടോ. വണ്ടി എവിടെ ഇരിക്കട്ടെ. ഇനി മീറ്ററിനെ ഒന്ന് പാക്ക് ചെയ്ത് പക്കയാക്കി സെറ്റ് ചെയ്ത് ഒരു ഡാമേജും വരാത്ത രീതിയിലൊന്ന് പാക്ക് ചെയ്ത് സെറ്റാക്കി മീറ്ററുണ്ട് കൊറിയർ ഓഫീസിൽ കൊടുക്കണം. നമ്മൾ പാക്ക് ചെയ്ത് പക്കയാക്കി വെച്ചിട്ടുണ്ട്. 1 ലോഡ് പേപ്പറിൽ വാരിക്കയറ്റി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് സാധനം വാങ്ങിയ ബോക്സിൽ ഇവിടെ മോണാട്ടോ. നമ്മുടെ വേറെ ബോക്സൊന്നുമില്ല, പക്കയായിട്ട് അതിനകത്തിരിപ്പുണ്ട്. ഓക്കെ, അപ്പോൾ സെറ്റാണ്. ഇതിനി അവിടെ കൊറിയർ ഓഫീസിൽ കൊണ്ടുപോയി പ്ലാസ്റ്ററൊക്കെ ഒട്ടിച്ച് സെറ്റാക്കി കൊണ്ടുപോകാം. ഓക്കെ, ശരി എന്നാൽ. പക്ഷെ നമ്മുടെ വണ്ടീനെ നമ്മൾ കയറ്റി ഇത് ഇവിടെ വെച്ചാട്ടാ ഒതുക്കി വെച്ച്. ഇനി 2-3 ദിവസം കഴിഞ്ഞിട്ട് മീറ്റർ കിട്ടുമ്പോൾ കാണാം അല്ലേ? യെസ്. ഹായ് ഓറ. ശരി എന്നാ ഓടാ. അത് പിടിക്കാ. വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പോൾ അയക്കാറ് പിടിക്കണ പടി ഫുൾ നിനക്ക് കാരണം എന്തിനാ. നമ്മൾ ആശാന്റെ നമ്പരൊക്കെ പക്കയായിട്ട് എഴുതിയെടുത്തിട്ടുണ്ട്. ഓക്കെ, കൊറിയർ ഓഫീസ് ഓൾ സെറ്റാക്കി. 2 weeks later.
2 ആഴ്ചയ്ക്ക് ശേഷം നമ്മുടെ സാധനം നമ്മുടെ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ മീറ്റർ റെഡി ആയി കിട്ടി കേട്ടോ. 2 ആഴ്ച എടുത്ത്. അപ്പം നമ്മുടെ മീറ്റർ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ദാണ്ടിരിക്കുന്ന കേട്ടാ, ഇതാണ് നമ്മുടെ മീറ്റർ. കണ്ട 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 അപ്പോൾ ഈ സാധനം പക്കയായിട്ട് സെറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി പക്കയായിട്ടുണ്ടോ എന്നുള്ള കാര്യം എന്തായാലും വണ്ടിക്കകത്ത് നമുക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ട് കാണാം കേട്ടോ. വണ്ടി എടുത്ത് ഇത് ഇങ്ങോട്ട് വെച്ചിട്ട് നമുക്ക് വണ്ടിക്കകത്ത് ഈ സാധനം എന്തായാലും സെറ്റ് ചെയ്യാം. കണ്ടാ, ഇത് അങ്ങനെ തന്നെ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം വൃത്തിയാക്കിയൊക്കെ വെച്ചതാണ്. ഇപ്പം വീണ്ടും പഴയതുപോലെ 2 ആഴ്ചത്തെ പൊടി വീണ്ടും ഇരിപ്പുണ്ട്. അപ്പം വണ്ടി എടുത്ത് അങ്ങോട്ട് വെച്ചിട്ട് ഇത് സെറ്റ് ചെയ്യാം കേട്ടോ. എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, നമ്മൾ മീറ്റർ വന്നിട്ടുണ്ട്. ഗൈസ്, ഇപ്പോൾ പഴയതുപോലെ വണ്ടികൾക്കൊന്നും ഒരു ഓട്ടോ ഇല്ല കേട്ടോ. നമ്മുടെ 390 കണ്ടുപിട്ടിരിക്കുന്നു. അടുത്ത് V3 വന്നിട്ട് ഫ്രണ്ടിൻ്റെ ബാറ്ററി, ഇലക്ട്രിക് വന്നിട്ട് നമ്മുടെ ട്രിവാൻഡ്രത്ത് പോകാൻ വേണ്ടി നമുക്ക് കൊണ്ടുപോയി. അപ്പോൾ അങ്ങനത്തെ അവസ്ഥയാണ്. നമ്മുടെ മീറ്റർ എന്തായാലും നമുക്ക് ജസ്റ്റ് ഒന്ന് തൽക്കാലം ഒന്ന് ഫ്ലഗ് ചെയ്ത് വെച്ചിട്ടേ ജസ്റ്റ് ഒന്ന് വർക്ക് ആവണമെന്നുള്ള കാര്യം നമുക്ക് എന്തായാലും നോക്കി നോക്കാം. ഇപ്പോൾ 390 നമ്മൾ അധികം അങ്ങനെ എടുക്കാത്തത് വേറെ ഒന്നുമില്ല. നമ്മൾ കാർ എടുത്ത സമയത്ത് തന്നെ ഇപ്പോൾ കാറിന് ഇതേ സെയിം മൈലേജ്, ഇതിന് ഏകദേശം 20-നകത്ത് മൈലേജ് കിട്ടുന്നുണ്ട്. കാറിനൊക്കെ ഒരു 17-18 മൈലേജ് കാറിനും കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എടുക്കില്ല. ഇത് ഫ്രണ്ടിൻ്റെയാണ്, ഫ്രണ്ട് ഇവിടെ കൊണ്ടിട്ടിരിക്കുന്നത്. മീറ്റർ ഒന്ന് ഫ്ലഗ് ചെയ്ത് വെച്ചിട്ട് ജീവനുണ്ടോ നോക്കാം. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഗേഷ്. മീറ്റർ ഫ്ലഗ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് നോക്കി നോക്കാം. ഒന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് ആ വയറിൽ മാത്രമേ സെറ്റ് ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ. ബാക്കിയുള്ളതെല്ലാം ഇപ്പോൾ സെറ്റ് ചെയ്യാം. മുമ്പേ വണ്ടി ഒന്ന് ഊണാക്കി നോക്കാം. എൻ്റെ മോനെ, നമ്മൾ മീറ്റർ പക്കയായിട്ടാ. അയ്യോ, പെട്രോളില്ല. എന്തായാലും നമുക്ക് പെട്രോളും കൊണ്ടടിച്ചൊന്ന് സെറ്റാക്കി വണ്ടി ഇവിടെ തന്നെ തിരിച്ച് കൊണ്ടുവയ്ക്കാം. അതാണ് പരിപാടി. അപ്പോൾ നമുക്ക് നമ്മുടെ മീറ്റർ പക്കയായിട്ടുണ്ട്. നമ്മുടെ സെയിം മീറ്റർ തന്നെ കണ്ട, 28,700 സംതിങ് മീറ്റർ. ബാക്കിയെല്ലാം പക്ക അതുപോലെ പക്കയാണ്. വേറെ ഇഷ്യൂ കാര്യങ്ങളൊന്നുമില്ല. സെൻട്രൽ എൻ്റെ മോനെ ഞാൻ സൈഡിൽ കൊടുത്തിരിക്കാം ഫോട്ടോ. അതേ കണക്കിന് ഭയങ്കര ശോകമായിരുന്നു. മീറ്റർ പക്കയായി നമുക്ക് തിരിച്ച് കിട്ടിയിട്ടുണ്ട്. സെൻസറെല്ലാം പക്കയായിട്ട് തന്നെ വർക്ക് ആവുന്നുണ്ട്. കണ്ട, വൈറ്റ് ആവട്ടെ, കമോൺ. വൈറ്റായി. ഓക്കെ, അപ്പോൾ ഏതായാലും പക്കയായിട്ട് വർക്ക് ആവുന്നുണ്ട്. എല്ലാം ഓൾ സെറ്റ്. ഇനി സ്റ്റാർട്ടാവും എന്നുള്ള കാര്യം ജസ്റ്റ് നമുക്ക് നോക്കി നോക്കാം കേട്ടോ. കുറേ ദിവസമായിട്ട് ഒതുങ്ങിയിരുന്നു. ബാറ്ററി ചെറിയൊരു സീനുണ്ടായിരുന്നു. അപ്പോൾ സ്റ്റാർട്ടാവും എന്തോന്ന് അറിയാൻ വയ്യ. അയ്യോടാ, സ്റ്റാർട്ടാവും തോന്നില്ല കേട്ടാ. തള്ളെടുക്കേണ്ടി വരുമോ? സ്റ്റാർട്ടായേട്ടാ. ചെറിയ 1-2 ചുമ ഉണ്ടായിരുന്നു. ബാറ്ററി ഡൗൺ ആയി. അങ്ങനെ കുറച്ച് നേരം ഇരിക്കട്ടെ വണ്ടി. ഓക്കെ, അപ്പം മീറ്റർ എന്തായാലും സെറ്റ് ചെയ്ത് നോക്കിട്ടെ. ഇത് അടുത്ത ദിവസമാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം ഫുള്ളും മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. നമ്മളിത് അടുത്ത ദിവസം വീണ്ടും വണ്ടി എടുത്തുകൊണ്ട് ഇറങ്ങിയിരിക്കുകയാണ്. പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം ഫുള്ള് വാഷർ തപ്പി വയ്ക്കും കേട്ടോ. ഈ ബ്രാക്കിൻ്റെ നെട്ടും പിന്നെ ഇവിടെ റിങ് കണക്കുള്ള ഒരു വാഷർ ഞാൻ ഈ മേളിൽ പറഞ്ഞാണ്. അപ്പോൾ ഈ സാധനം ഞാൻ ഫുള്ള് തപ്പി വയ്ക്കുമ്പോൾ സാധനം വാങ്ങിക്കാൻ കിട്ടാനില്ലെന്നാണ് പറയണത്. ഒരു 30-40 അതിനകത്ത് ആവുള്ളൂ സാധനം. പക്ഷേ സാധനം വാങ്ങാൻ കിട്ടാനില്ല. ചെറിയ സാധനമാണ്, പക്ഷേ കിട്ടാനില്ല. അപ്പോൾ അതുകൊണ്ട് ആരെങ്കിലും ഈ വണ്ടി പൊളിക്കുന്ന വല്ല KTM ബൈക്സ് ഏതായാലും കുഴപ്പമില്ല, അതിൽ നിന്ന് പൊളിച്ച വണ്ടിയുടെ ആകുമ്പം നമുക്ക് കുഴപ്പമില്ല. പൊളിച്ച വണ്ടിയുടെ ഈ നെട്ടും അവിടെ വരുന്ന വാഷറും താഴ്ഭാഗത്ത് വരുന്ന വാഷറും വേണം. അപ്പം ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഹെൽപ്പ് ചെയ്യണം കേട്ടോ. കാരണം സാധനം വാങ്ങാൻ കിട്ടാനില്ല. ഇതിൻ്റെ പുറകേക്കൊന്നും അലയാൻ വയ്യാൻ പോകും. 30-40 രൂപയ്ക്കുള്ള സാധനത്തിന് വേണ്ടിയിട്ട് ഒരുപാട് അലഞ്ഞു. അപ്പോൾ സാധനം വാങ്ങാൻ കിട്ടാനില്ല. നമ്മുടെ മീറ്ററൊക്കെ പക്കയാണ് കേട്ടോ. ഓൾ സെറ്റ്. കണ്ട, നമ്മൾ പെട്രോളൊക്കെ അടിച്ച് സെറ്റാക്കി. ഇനി വണ്ടി എടുത്തുകൊണ്ട് ജസ്റ്റ് ഒന്ന് റോഡ് വരെ ഒന്ന് പോയിട്ട് വരാം. ഓ ടാസ്ക്കാണ്. സ്റ്റാർട്ടാവണതിനൊന്നും ഒരു കുഴപ്പം. കഴിഞ്ഞ ദിവസം നമ്മൾ ഓടി ഫുള്ള് സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഓടണേ പിന്നെ സ്റ്റാർട്ടാവണതിനിപ്പോൾ വലിയ വിഷയമൊന്നുമില്ല. ചെയിനൊക്കെ ഒന്ന് ലൂബ് ചെയ്ത് വെക്കണം. ആ ചെയിനിൻ്റെ ചെറിയ സൗണ്ട് തുടങ്ങി. ബ്രേക്ക് കിട്ടണില്ല. ബ്രേക്ക് പിടിക്കുമ്പോൾ ഒരു എന്ന് പറഞ്ഞ വൈബ്രേഷൻ. സീന് ഒരു വാണിങ്ങും ഇല്ല. പക്ക. വെറുതെ കുറേ ദിവസം ആയില്ലേ, അതുകൊണ്ട് വെറുതെ ഒന്ന് കൈ കൊടുക്കാമെന്ന് ഓർത്തു. പക്ഷേ ഇങ്ങനെ കൈ കൊടുക്കുന്ന വൺ ഡേഞ്ചറാണ് കേട്ടോ. കാരണം ബ്രേക്ക് പക്കയല്ല. ബാക്ക് ബ്രേക്ക് വളരെ കുറവാണ്. ബാക്ക് ബ്രേക്ക് മാത്രമേ ഉള്ളൂ. ഫ്രണ്ട് ബ്രേക്ക് പിടിച്ച് കഴിഞ്ഞാൽ ഒരു വൈബ്രേഷനും പിടിച്ചു കഴിഞ്ഞാൽ അഥവാ ഇരിക്കുന്ന ഒരു നെട്ടൂടെ ഇളയിപ്പോയി കഴിഞ്ഞാൽ ഇത് പിന്നെ ജാമാകയോ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ പേട്ട തലകടിച്ച് വീഴാൻ ചാൻസ് ഉണ്ട്. എന്നാലും ഇതിൻ്റെ മേളിൽ കയറുമ്പോൾ കൈ കൊടുത്തേ വണ്ടി ഓടിക്കാൻ തോന്നുള്ളൂ. ഞാനിങ്ങനെ വണ്ടിയൊക്കെ ഓടിച്ച് ഇങ്ങനെ കുറച്ചൊരു കറങ്ങി കൂട്ടുകാരുടെ അടുത്തൊക്കെ പോയിട്ട് ഇങ്ങനെ തിരിച്ചിനി വീട്ടിൽ പോകും. ഇനി വേറെ ഒരു കംപ്ലൈൻറ്റ് വേറെ സീനൊന്നുമില്ല കേട്ടോ. പിന്നെ അവിടെ പെയിൻറ്റ് ഫെയ്ഡ് ആയതും ഈ ഒതുങ്ങിയിരുന്നതിൻ്റെ ഇടയിൽ എഞ്ചിൻ്റെ സൈഡിലും അവിടെ പുറത്തു കൊണ്ട് സർവീസിന് കൊടുത്തു കഴിഞ്ഞാൽ അവർ പക്കയായിട്ട് വൃത്തിയാക്കി സെറ്റാക്കി തരും. അപ്പം അങ്ങനെയുള്ള അതായത് കാഴ്ചയ്ക്കുള്ള കുഴപ്പം മാത്രമേ ഉള്ളൂ. എന്തായാലും ആ ബ്രേക്കിൻ്റെ നെട്ട് കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഹെൽപ്പ് ചെയ്യണം കേട്ടോ. ആരെങ്കിലും അതിനുള്ള ഫണ്ട് തരാം.
കുഴപ്പമില്ല ഉണ്ടെങ്കിൽ ഒന്ന് എവിടെയെങ്കിലും കേരളത്തിൽ ഇവിടെ ഇരുന്നൊരു കുഴപ്പമില്ല നമുക്കൊന്ന് അയച്ചു തന്നു കഴിഞ്ഞാൽ നമുക്കതൊരു ഹെൽപ്പായിരിക്കും. കാരണം ബ്രേക്ക് വിശ്വസിച്ച് പിടിക്കാനും പറ്റില്ല. നമ്മൾ നല്ല സ്പീഡിൽ പോയിട്ട് കുത്തി ബ്രേക്കായിട്ട് പിടിച്ചു കഴിഞ്ഞാൽ അഥവാ ജാം ആയി കഴിഞ്ഞാൽ പേട്ട് തലയടിച്ച് വീഴും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു പേടിയിലാണ്. എവിടെ ചോദിച്ചിട്ട് സാധനം കിട്ടാനില്ല. ട്രെയിലുണ്ടെങ്കിൽ ഒന്ന് ഹെൽപ്പ് ചെയ്യട്ടാ. ഈ മീറ്റർ നമ്മൾ റെഡിയാക്കി വന്നിട്ട് നല്ല റേറ്റ് കുറവാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നല്ല റേറ്റ് കുറവാണ് നമ്മൾ മീറ്റർ പണി ചെയ്താൽ. അപ്പം നിങ്ങൾക്ക് മീറ്റർ പണിയണമെന്നുണ്ടെങ്കിൽ ഞാൻ നമ്പർ താഴെ കൊടുത്തേക്കും കേട്ടോ. നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം കേട്ടോ. പിന്നെ മീറ്ററിൽ മുഴവിൽ കളറൊക്കെ ഈ ഹിന്ദിക്കാരന്മാരൊക്കെ ചെയ്യണം കണ്ടിട്ടുണ്ട്. പിന്നെ ഇന്തോനേഷ്യയിലുള്ള വണ്ടികളിൽ അപ്പോൾ അങ്ങനത്തെയൊക്കെ അത് മുഴവിൽ കളറിലൊക്കെ നിങ്ങൾക്ക് പല രീതിയിൽ, മഴവിലല്ല ഏത് കളറിലായാലും നിങ്ങൾക്ക് മീറ്ററിൽ ലൈറ്റ് കളർ ചേഞ്ച് ചെയ്യോ അങ്ങനെ എന്തെങ്കിലും എന്ത് പരിപാടിയായാലും, പിന്നെ വെള്ളം ഇറങ്ങിയ ബോഡി ഷോ എന്ത് പണിയുണ്ടെങ്കിലും പുള്ളിക്കാരനെ കോൺടാക്ട് ചെയ്യാൻ ഞാൻ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല റേറ്റ് പോകും, പുറത്തുള്ളതിനേക്കാളും റേറ്റ് കുറച്ച് എന്തായാലും നിങ്ങൾക്ക് ചെയ്തു തരും. ഓക്കെ, അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് ആ പുള്ളിയെ കോൺടാക്ട് ചെയ്യാൻ ഞാൻ നമ്പർ എന്തായാലും താഴെ കൊടുത്തിട്ടുണ്ട്. ഫുൾ ഡീറ്റെയിൽ അവരോട് ചോദിച്ചാൽ മതി. അപ്പോൾ എന്തായാലും നമ്മുടെ വണ്ടിയുടെ മീറ്റർ റെഡിയാക്കി നമ്മൾ വണ്ടി കുറവ് ശേഷം നമ്മൾ റോഡിലോട്ട് ഇറങ്ങുന്ന വീഡിയോ എന്തായാലും സെറ്റ് ചെയ്യാമെന്ന് ഓർത്ത്. അപ്പോൾ അങ്ങനത്തെ ഒരു വീഡിയോ ആണ് ഈ ഒരു വീഡിയോ. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെടാൻ ഡിസ്ലൈക്ക് ചെയ്യുക. അടുത്ത കാണുന്നവരിക്കും ബൈ. ശരി എന്നാൽ ബൈ.